ഹായ് ഗായ്സ്, നമസ്കാരം. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കൂൺ കറിയാണ്. ഈ കൂൺ നമ്മൾ തന്നെ കൃഷി ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇതിന്റെ ഫുൾ വീഡിയോ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കണം. പിന്നെ ഈ ഒരു കൂൺ കറി അമ്മയാണ് ഇട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾ കൂൺ നല്ലപോലെ അരിഞ്ഞൊന്ന് മാറ്റി വെക്കണം. അതിനുശേഷം നമ്മൾ ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് കടുകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണം. അതിനുശേഷം അതിലേക്ക് ഒരു 2 സവാള അരിഞ്ഞത് ഇട്ട് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ സവാള നല്ലപോലെ വഴഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് തക്കാളിയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അടുത്തത് ഇട്ട് കൊടുക്കാൻ പോണത് ഇഞ്ചിയും പിന്നെ വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണ്. ഇനി ഇതൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കണം, പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം, പിന്നെ അടുത്ത കറി മസാല ഇട്ട് പിന്നെ കുറച്ചൊരു കുരുമുളകും കൂടെ ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമ്മുടെ മെയിൻ ഐറ്റം ആയിട്ടുള്ള ഈ കൂൺ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. കൂൺ ആഡ് ചെയ്തിട്ട് നമ്മളെല്ലാം ഒന്ന് നല്ലപോലെ എല്ലായിടത്തും ഒന്ന് പിടിപ്പിച്ചു കൊടുക്കണം. നമ്മൾ ഇതിലേക്ക് ഉപ്പ് വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഉപ്പ് വെള്ളമായിട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത്. അതാണ് ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതിനുശേഷം അതും കൂടെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം, നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങാപ്പാലൊന്ന് ഒഴിച്ചു കൊടുക്കണം. തേങ്ങാപ്പാൽ ഒഴിച്ച് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. നമ്മുടെ കറി ഇവിടെ റെഡിയാവും. നമ്മുടെ കൂൺ കറി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ കറി ഇവിടെ റെഡിയായി. അപ്പോൾ ഈ ഒരു സംഭവം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ഈ ഒരു കൂൺ കറി എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ബൈ.